വിശ്വമഹാകവി കാളിദാസന്റെ മേഘസന്ദേശം എന്ന കാവ്യത്തിന് പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനും കവിയുമായ കുരിശ്ശേരി ഗോപാലകൃഷ്ണപിള്ളയും മകൻ പത്രപ്രവർത്തകനായ ഹരി കുരിശ്ശേരിയും ചേർന്ന് തയ്യാറാക്കിയ വിവർത്തനം വിരഹി എന്ന പേരിൽ സൈന്ധവ ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ പദ്യത്തിലും മകൻ ഗദ്യത്തിലും തയ്യാറാക്കിയ വിരഹി എന്ന ആ ഗദ്യരചനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഒരു ദൃശ്യാവിഷ്കാരത്തിന്റെ അവസാന ഭാഗമാണിത്. കാമചാരിയായ തോഴ വെൺപട്ടുടയാഴെ അഴിഞ്ഞ് കാമുകന്റെ മടിയിൽ വീഴുന്ന കാമമോഹിതയെപ്പോലെ മുകളിൽ നിന്നും അലതല്ലി വീഴുന്ന ഗംഗയെ കാണുന്നില്ലേ? അവിടെയാണ് അളകാപുരി. വർഷകാലമേഘം കുടുങ്ങിയ അതിന്റെ മാനം മുട്ടുന്ന മേടകൾ മുത്തണിഞ്ഞ അളകങ്ങളോലുന്ന സുന്ദരിമാരെ പോലെ കാണപ്പെടും. അളകാപുരി നിനക്ക് തുല്യം തന്നെ. നിന്റെ മിന്നലിന് സമമാണ് അവിടത്തെ സുന്ദരിമാരുടെ കണ്ണാട്ടം. നൃത്തശാലയിലെ മൃദംഗധ്വനി നിന്റെ ഇടിമേളത്തിന് തുല്യമല്ലേ? നിന്റെ മഴവില്ലിന് സമമായ ചിത്രങ്ങളും നിന്റെ ജലത്തിളക്കം പോലെ രത്നം പതിച്ച തറകളും കൊണ്ട് നിന്റെ ഔന്നത്യം പോലെ അമ്പരചുംബികളായി ആ മേടകൾ വിലസുന്നു. പുഷ്പവതികളാണ് ആ സുന്ദരിമാർ. കരങ്ങളിൽ കളിത്താമരയും അളകങ്ങളിൽ കുരുക്കത്തി മുല്ലക്കോവും മുഖത്ത് വെണ്മയേറ്റുന്ന പാച്ചോറ്റി പൂമ്പൊടിയും കൂന്തരിൽ കുരബകപ്പൂക്കളും ചെവിയിൽ മദഗന്ധമൂലുന്ന നെന്മേനി വാഗ പൂങ്കുലയും സീമന്തത്തിൽ നീ എത്തുമ്പോൾ പുഷ്പിക്കുന്ന കടമ്പിൻ പൂക്കളും അണിയുന്ന വരാങ്കിമാരാണവർ. ഉന്മാദമുണർത്തുന്ന നിന്റെ ഇടിനാദം കേട്ട യക്ഷർ കാമചതുരകളായ അങ്കനമാരോടുകൂടി വെൺമുത്തു പതിച്ച നക്ഷത്രമാളികകളിലെത്തി കൽപ്പവൃക്ഷത്തിൽ നിന്നുമുണ്ടാകുന്ന കാമോദ്ദീപക മധുരധീഫലം സേവിച്ച് രാത്രി ഘോഷിക്കാറുണ്ട്. ഗംഗയിൽ നിന്നെത്തുന്ന മന്ദസമീരനിൽ മന്ദാരനിരകൾ തണൽ വീശി നിൽക്കുന്നു. ദേവന്മാർക്കു പോലും ആശ്ചര്യമുണർത്തുന്ന യക്ഷകന്യകൾ കാറ്റുകൊണ്ട് ശരീരത്തിന്റെ ചൂടാറ്റുകയും പൊന്മണലിൽ രത്നമാഴ്ത്തി ഭാഗ്യക്കളികളിൽ മുഴുകുകയും ചെയ്യുന്നത് കാണാം. അനുരാഗാധിക്യത്താൽ പ്രിയതമന്മാർ തൊണ്ടിപ്പഴച്ചുണ്ടൊത്ത സുന്ദരിമാരണിഞ്ഞ പട്ടുചേലയുടെ കുത്തഴിച്ച് ദൂരേക്കെറിയും. ലജ്ജാവിവശരായ മോഹിനിമാർ കുങ്കുമം പിടിയോടെ വാരി തട്ടിൽ തൂങ്ങുന്ന രത്നവിളക്കുകളിലെറിഞ്ഞ് അവ കെടുത്താൻ വിഫലശ്രമം നടത്തുന്നിടമാണത്. ചടുലമായ കാറ്റിന്റെ ബലപ്രയോഗത്താൽ മണിമേഢകളിലെത്തിക്കപ്പെട്ട് ചിത്രങ്ങളിൽ ജലത്തുള്ളികൾ വീഴ്ത്തുന്ന മേഘങ്ങൾ കുറ്റബോധത്തോടെ പുകപോലുള്ള ശരീരം പുറത്തേക്ക് ചാടിച്ച് നാലുപാടും ചിതറിപ്പായുന്നത് കാണാം. നിന്റെ മറയില്ലാതെ ചന്ദ്രിക കൊഴിയുമ്പോൾ അതു തട്ടി മച്ചിൽ തൂക്കിയിരിക്കുന്ന ചന്ദ്രകാന്തക്കല്ലുകളിൽ നിന്നും ജലബിന്ദുക്കൾ തൂകുന്നത് പ്രിയന്റെ ഗാഠാലിംഗനാദികളാൽ സുന്ദരിമാർക്കുണ്ടാകുന്ന ദേഹക്ഷീണം മാറ്റുന്നിടമാണത്. വൈഭ്രാജമെന്ന പൂങ്കാവനത്തിൽ കിന്നരമിഥുനങ്ങൾ കുബേരകീർത്തി പുകഴ്ത്തി പാടും. ഭവനങ്ങളിൽ അക്ഷയനിധി സമ്പത്തുകൾ സൂക്ഷിക്കുന്ന കാമുകന്മാർ വാരനാരികളോടൊത്ത് സമ്പൂർണമായ രാക്കേളികളിൽ മുഴുകുന്നു. അളകാപുരിയുടെ വീഥികൾ കാണുന്നില്ലേ? ഉലഞ്ഞുള്ള നടത്തം കൊണ്ട് അളകങ്ങളിൽ അണിഞ്ഞിരുന്ന മന്ദാരപുഷ്പങ്ങൾ ഊർന്നുവീണും പത്തിക്കീറ്റിന്റെ സകലങ്ങൾ പൊഴിഞ്ഞുവീണും ചെവികളിൽ നിന്നും ചെന്താമരപ്പൂക്കൾ കൊഴിഞ്ഞുവീണും ഉലയുന്ന മാറിടങ്ങളുടെ കമ്പനത്താൽ പൊട്ടിയ മാലയുടെ മുത്തുകൾ ചിതറിവീണും കാമിനിമാർ രാത്രി പോയ വഴികൾ വെട്ടം വീഴുമ്പോൾ തെളിഞ്ഞു കാണാനാകും. ശംഭുവിന്റെ സഖാവാണ് ധനപതി എന്നതിനാൽ കാമദേവൻ തന്റെ ഭൃംഗഞ്ഞാണുള്ള വില്ല് ഇവിടെ കുലയ്ക്കാറില്ല. പകരം കാമിനിമാരുടെ വില്ലൊത്ത ചില്ലിക്കൊടികൾ കുലച്ചുവിടുന്ന ഉന്നം പിഴയ്ക്കാത്ത കടാക്ഷശരങ്ങൾ ആ കുറവ് നികത്താനുണ്ടല്ലോ. സുന്ദരിമാർക്കുള്ള വർണ്ണ പട്ടുടയാടകളും പാനത്തിനുള്ള മധുവും സൗഗന്ധിക പൂക്കളും തളിരുകളും ആഭരണങ്ങളും കുറികൂട്ടുകളും കാലിൽ പുരട്ടാനുള്ള ചെമ്പഞ്ചിച്ചാറുമെല്ലാം ഉണ്ടാക്കുന്നത് കൽപ്പവൃക്ഷത്തിൽ നിന്നാണ്. കുബേരദേവന്റെ കൊട്ടാരക്കെട്ടിന് വടക്കുഭാഗമാണ് എന്റെ ഭവനം. മഴവില്ലിന്റെ മനോഹാരിതയുള്ള പുറംവാതിൽ അകലെ നിന്നേ കാണാം. വീടിനു ചേർന്ന് എന്റെ പ്രിയതമ പുത്രനെപ്പോൽ ഓമനിച്ചു വളർത്തുന്ന ചെറുമന്താരം പൂങ്കുലകളുമായി ചാഞ്ഞുകിടക്കുന്നത് കാണാം. മരകതക്കല്ലു പാകിയ പടവുകളുള്ള കുളത്തിൽ വൈഡൂര്യനിറമുള്ള തണ്ടുകളുള്ള തങ്കത്താമരകൾ വിലസുന്നു. ഈ കുളത്തിൽ സുഖമായി താമസിക്കാമെന്നതിനാൽ അന്നങ്ങൾ വർഷകാലമായാലും അടുത്തുള്ള മാനസ സരോവരത്തിലേക്ക് പോകാറില്ല. തീരത്ത് ഇന്ദ്രനീലക്കല്ലു പാകിയ ഒരു ക്രീഡാശൈലവും ചുറ്റും സ്വർണവാഴകൾ കൊണ്ടുള്ള വേലിയുമുണ്ട്.
മിന്നലാൽ അരികുകൾ തിളങ്ങുന്ന ഇന്ദ്രനീല നിറമുള്ള നിന്നെ കാണുമ്പോൾ എന്റെ പ്രിയയ്ക്ക് പ്രിയതരമായ ആ കേളീശൈലത്തെ ഓർക്കാതിരിക്കാനാവില്ല. ആ കേളീശൈലത്തിന് ചെങ്കുറിഞ്ഞു വേലിയുള്ള ഒരു മാധവീ ലതാഗ്രഹമുണ്ട്. സമീപത്തുതന്നെ തളിരുകളാടുന്ന ഒരു അശോകവും ഒരു പൂത്തിലഞ്ഞിയും കാണാം. എന്നെപ്പോലെ തന്നെ അശോകം അവളുടെ ഇടങ്കാൽ ചവിട്ടേൽക്കാനും പൂത്തിലഞ്ഞി അവൾ കവിൾ കൊണ്ട മതിര വീഴാനും വേണ്ടി പൂക്കാലമൊതുക്കി കാത്തിരിക്കുന്നു. ആ വൃക്ഷങ്ങൾക്കു നടുവിൽ സ്ഫടികമേലാപ്പോടുകൂടി താഴെ തളിർമുളന്തണ്ടുപോലുള്ള മരതകങ്ങൾ പാകിയ ഒരു പക്ഷിക്കൂടുണ്ട്. എന്റെ പ്രിയതമയുടെ കൈത്താളത്തിനൊത്തു നൃത്തമാടാറുള്ള മയിലുകൾ സായന്തനങ്ങളിൽ അവിടെ ചേക്കേറുന്നു. നല്ലവനായ സുഹൃത്തെ, ഇതെല്ലാം അടയാളമായി കരുതി വീടിന്റെ ഇരുവശത്തുമുള്ള ശംഖപത്മ ചിത്രങ്ങൾ നോക്കി എന്റെ വീട് നീ മനസ്സിലാക്കുക. എന്റെ അഭാവം മൂലം സൂര്യനില്ലാത്ത നേരത്തെ താമര പോലെ അവിടം ശോഭയറ്റ നിലയിലായിരിക്കും. നിന്റെ ശരീരം ഒരു കുട്ടിയാനയ്ക്ക് തുല്യം ഗമനസജ്ജമാക്കി ക്രീഡാശൈലത്തിന്റെ സമീപമെത്തി തങ്ങുക. മിന്നാമിനിങ്ങിന് സമം പ്രകാശമുള്ള മിന്നൽ കണ്ണുകളോടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാം. പക്വമായി വിടർന്ന തൊണ്ടിപ്പഴമൊത്ത ചുണ്ടുകളും നിരയൊത്ത പല്ലുകളും പേടമാനിന്റെ ചകിതനോട്ടവുമുള്ള യൗവനത്തികവുള്ളൊരു തമ്പിയെ നിനക്കവിടെ കാണാം. ഈശ്വര സൃഷ്ടിയിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന അവൾ അരയൊതുങ്ങി കുഴിഞ്ഞ നാഭീദേശത്തിനുടമയാണ്. മാറിടങ്ങളുടെ ഘനത്താൽ തെല്ലു മുന്നോട്ടു ചാഞ്ഞ അവൾക്ക് നിതംബഭാരത്താൽ അലസമായ ചലനങ്ങളാണുള്ളത്. ഇണയെ പിരിഞ്ഞ ക്രൗഞ്ചപക്ഷിയെപ്പോലെ നിശബ്ദയായി ദിനങ്ങൾ കഴിക്കുന്ന അവൾ എന്റെ പ്രാണവല്ലഭയാണ്.